കഴിഞ്ഞ 2 ദിവസമായി കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ വിവാദം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, കേരള കോൺഗ്രസ് എം, സാക്ഷാൽ മാണി സാറിൻ്റെ പാർട്ടി കേരള കോൺഗ്രസ് എം, ഇപ്പോൾ അത് നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ജോസ് കെ മാണിയാണ്. ജോസ് കെ മാണി LDF വിട്ട് UDF പോകും, UDF ചേക്കേറും എന്ന വിവാദമാണ് ഇങ്ങനെ പുകയുന്നത്. ഇത് തടയാനായിട്ട് CPMൻ്റെ പ്ലാൻ എയും പ്ലാൻ ബിയും ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നു. അതായത് ജോസ് കെ മാണിയെ പരമാവധി LDF തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. അതാണ് പ്ലാൻ എ. ഇനി അഥവാ അത് നടന്നില്ല, ജോസ് കെ മാണി UDF പോയി എന്നിരിക്കട്ടെ, ഈ 2 ചിഹ്നമായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിനെ പിളർത്തി ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി റോഷി അഗസ്റ്റിനെയും പ്രമോദ് നാരായണനെയും, ഈ 2 പേരിൽ ഒരാൾ മന്ത്രിയും മറ്റൊരാൾ MLAയുമാണ്, ഇവരെ 2 പേരെയും LDF തന്നെ ഒരു പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാക്കി നിലനിർത്തും. അതാണ് പ്ലാൻ ബി LDFൻ്റെ അഥവാ CPMൻ്റെ. എന്തായാലും ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം, അങ്ങനെ UDF ജോസ് കെ മാണി ചെന്നാൽ ജോസ് കെ മാണിക്ക് പാലാ മണ്ഡലം കിട്ടുമോ? നിലവിൽ അവിടെ ജോസ് കെ മാണിയെ തോൽപ്പിച്ച് മാണി സി കാപ്പൻ MLA ആയി തുടരുകയാണ്. കഴിഞ്ഞ 5 വർഷവും അദ്ദേഹം മികച്ച രീതിയിൽ സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തി, വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തി പാലായിലെ ഒരു അനിഷേധ്യ നേതാവായി മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ മാണി സാറിന് എങ്ങനെയാണോ പാല പിന്തുണ നൽകിയിരുന്നത്, അതുപോലെ ഇന്ന് ഏതാണ്ട് അത്രയൊക്കെ പിന്തുണ പാലായിലെ വോട്ടർമാർ മാണി സി കാപ്പന് നൽകുന്നുണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല. മാണി സി കാപ്പൻ വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ പാലാക്കാരുടെ ഹൃദയം കവർന്നു എന്നതാണ് സത്യം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാണി സി കാപ്പൻ പാല വിട്ടുകൊടുക്കുമോ ജോസ് കെ മാണിക്ക് വേണ്ടി? താൻ തന്നെ തോൽപ്പിച്ച് ഓടിച്ച ഒരു നേതാവിനെ തിരിച്ചു പാലയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ മാണി സി കാപ്പൻ കൂട്ടുനിൽക്കുമോ, അതിന് വഴങ്ങുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. നമുക്കറിയാം, ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മുമായി LDF പോവുകയും പാലയിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അന്ന് പാലയുടെ MLA ആയിരുന്നത് മാണി സി കാപ്പനാണ്. അദ്ദേഹം മാണി സാർ മരിച്ചതിന് ശേഷം അവിടെ മത്സരിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചയാളാണ്. അങ്ങനെ വിജയിച്ച മാണി സി കാപ്പൻ തുടർന്ന് വീണ്ടും ഈ ജോസ് കെ മാണി, അദ്ദേഹം LDF ടിക്കറ്റിൽ നിന്നാണ് മത്സരിച്ച് ജയിച്ചത്. മുമ്പും അദ്ദേഹം LDF ടിക്കറ്റിൽ നിന്നാണ് അവിടെ മത്സരിച്ച് തോറ്റത്. അങ്ങനെയുള്ള മാണി സി കാപ്പൻ ജോസ് കെ മാണി LDF വന്നപ്പോൾ ആ സീറ്റ് വിട്ടുകൊടുത്തില്ല. അവിടെ സ്വതന്ത്രനായി ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് നിലപാടെടുത്തു. തുടർന്ന് UDF അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയായിരുന്നു. അങ്ങനെ മാണി സി കാപ്പൻ പാലായിൽ നിന്ന് ശക്തമായ ഒരു ഇടത് തരംഗമുണ്ടായിട്ട് പോലും 2021 പാലായിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു കയറി. വാസ്തവത്തിൽ ജോസ് കെ മാണിക്ക് വലിയ നാണക്കേടായിരുന്നു ആ സംഭവം. ഇത്രയൊക്കെ വലിയ ഗടാഗടിയൻ KM മാണിയുടെ മകൻ പാലായിൽ ഈ പറഞ്ഞതുപോലെ ഒരു മാണി സി കാപ്പനോട് തോൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേട് തന്നെയാണ്. അങ്ങനെ നാണം കെട്ട ജോസ് കെ മാണി ഒടുവിൽ ഈ പറഞ്ഞതുപോലെ രാജ്യസഭ MP സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടു. കൊടിവെച്ച കാറിൽ കരിങ്ങൊഴിക്കൽ തറവാട്ടിൽ വന്നിറങ്ങണമെന്ന ജോസ് കെ മാണിയുടെ ആഗ്രഹം താൽക്കാലികമായെങ്കിലും തടയപ്പെട്ടു. അങ്ങനെയാണ് ഇടുക്കിയിൽ നിന്ന് ജയിച്ച റോഷി അഗസ്റ്റിനെ ജലവിഭവ മന്ത്രിയാക്കി LDF സ്ഥാനം കൊടുത്ത് കേരള കോൺഗ്രസിനെ ഒപ്പം നിർത്തിയത്, കേരള കോൺഗ്രസ് എമ്മിനെ. എന്നാൽ മന്ത്രിയാകാൻ സാധിച്ചില്ല എന്ന ഒരു ദുഃഖം ജോസ് കെ മാണിയുടെ ഉള്ളിൽ ഇങ്ങനെ നീറിപ്പുകഞ്ഞ് കിടക്കുകയാണ്. എങ്ങനെയും പാലായിൽ നിന്ന് ജയിച്ച് മന്ത്രിയാകണം, അതാണ് ജോസ് കെ മാണിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പോഴിതാ UDF നിന്ന് ക്ഷണം വന്നിരിക്കുന്നു. മുസ്ലിം ലീഗിനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ജോസ് കെ മാണിയെ ഒപ്പം നിർത്താൻ. കാരണം ഏത് വിധേനയെയും LDF തകർത്ത് CPMനെ തറ പറ്റിച്ച് ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് UDF വിശിഷ്യ മുസ്ലിം ലീഗിൻ്റെ നിലപാട്.
അതിനുവേണ്ടി എന്തു വിട്ടുവീഴ്ചയും ചെയ്യാൻ അവർ തയ്യാറാണ്. ജോസ് കെ മാണിയെ അവർ തങ്ങളുടെ തട്ടകമായ മലപ്പുറത്തേക്ക്, കോഴിക്കോടേക്ക് ഒക്കെ ക്ഷണിച്ചു. അവിടെ തിരുവമ്പാടി സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കാം എന്നുവരെ ലീഗ് നിലപാടെടുത്തു. എന്നാൽ ജോസ് കെ മാണി അതിന് വഴങ്ങിയില്ല. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം മുന്നണിയല്ല വിഷയം, പാലായാണ് വിഷയം. ഈ പാലായിൽ മറ്റൊരു പ്രത്യേകത കൂടി ഇപ്പോഴുണ്ട്. നമുക്കറിയാം, പാലായിൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല ഉള്ളത്, വലിയ തോതിൽ അവിടെ ഹിന്ദുക്കളുമുണ്ട്, കുറച്ച് മുസ്ലിം വോട്ടുമുണ്ട്. മുസ്ലിം വോട്ടും അത്ര ചെറുതല്ല, തള്ളിക്കളയാവുന്നതല്ല. അങ്ങനെ ഈ ഹിന്ദു വോട്ട് അവിടെ വലിയ രീതിയിൽ കൺസോൾഡേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് മാണി സാറിൻ്റെ അവസാന കാലത്ത് തന്നെ എല്ലാവർക്കും മനസ്സിലായതാണ്. ഏറ്റവും ഒടുവിൽ 2016 അദ്ദേഹം ജയിച്ചത് ചെറിയൊരു ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചത്. സാധാരണ വലിയ ഭൂരിപക്ഷത്തിന് പാലായിൽ നിന്ന് ജയിക്കുന്ന KM മാണി 2016 ചെറിയ ഭൂരിപക്ഷത്തിനാണ് അവിടുന്ന് ജയിച്ചു വന്നത്. അതുതന്നെ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ട് കൺസോൾഡേറ്റ് ചെയ്ത് BJPയിലേക്ക് പോകാൻ തുടങ്ങി എന്നുള്ളതാണ്. BJP ക്രമാനുഗതമായി 5000 എന്നും 10000 എന്നും 15000 എന്നും ഒക്കെ പറഞ്ഞു വോട്ട് ഉയർത്തി പതുക്കെ പതുക്കെ മുന്നേറുന്ന കാഴ്ചയാണ് പാലായിൽ നമ്മൾ കണ്ടത്. ഇപ്പോഴിതാ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ നിന്ന് BJP ടിക്കറ്റിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കാൻ പോകുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജാണ്. ഷോൺ ജോർജും സഭയുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. ഷോൺ ജോർജും BJP കേന്ദ്ര നേതൃത്വവുമായിട്ടുള്ള ബന്ധവും നമുക്കറിയാം. കേരളത്തിൽ ഷോൺ ജോർജ് BJPയുടെ ഒരു മികച്ച നേതാവായി തുടരുകയാണ്. അതുകൊണ്ട് തന്നെ പാലായിലെ BJPക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ തീർച്ചയായിട്ടും ഷോൺ ജോർജ് പിടിക്കും എന്ന് മാത്രമല്ല, സഭയിൽ നിന്ന് ഒരു വിഭാഗത്തെ പിളർത്തി ആ വോട്ടുകൾ കൂടി പിടിച്ചെടുക്കാൻ ഷോൺ ജോർജിന് സാധിക്കും. കാരണം പാലാ അതിരൂപതയുടെ പിന്തുണ ഷോൺ ജോർജിന് ഉണ്ട് എന്നതാണ് സത്യം. പലപ്പോഴും ഈ പാലാ ബിഷപ്പിനെയും മറ്റും ഇടതുപക്ഷക്കാർ അധിക്ഷേപിക്കുമ്പോൾ അദ്ദേഹത്തിന് സംരക്ഷണമൊരുക്കി രംഗത്ത് വന്നത് സാക്ഷാൽ ഷോൺ ജോർജാണ്. ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ് തുടങ്ങിയ പ്രയോഗങ്ങൾ അദ്ദേഹം നടത്തിയപ്പോൾ അദ്ദേഹത്തിനെതിരെ അതിരൂക്ഷമായ ആക്രമണമാണ് മുസ്ലിം സൈബർ ലോകത്തുനിന്ന് ഉണ്ടായത്. പ്രത്യേകിച്ചും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ സൈബർ ഹാൻഡിലുകൾ അതിരൂക്ഷമായി വിമർശിക്കുകയും പാലാ ബിഷപ്പിനെ ആക്രമിക്കുകയും വാക്കുകൾ കൊണ്ട് ആക്രമിക്കുകയും ചെയ്ത കാഴ്ച നമ്മൾ പലവരും കണ്ടതാണ്. അന്നൊക്കെ വളരെ ശക്തമായി നിലപാടെടുത്ത് ജോസ് കെ മാണി അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുകയും പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു. അങ്ങനെയുള്ള ജോസ് കെ മാണിയെ പാലാ രൂപത മറന്നു കളയുമോ? പാലായിലെ ബിഷപ്പ് മറക്കുമോ? അപ്പോൾ ഈ പറഞ്ഞ ഒരു വശത്ത് മാണി സി കാപ്പനും മറുവശത്ത് ഷോൺ ജോർജുമായിട്ട് അംഗം മുറുകുമ്പോൾ ജോസ് കെ മാണിക്ക് അത്ര എളുപ്പമാണോ പാലായിൽ വിജയിച്ചു വരാൻ? ഇനി ഈ പറഞ്ഞതുപോലെ ജോസ് കെ മാണി UDFിലേക്ക് വന്ന് അവിടെ UDF കാൻഡിഡേറ്റ് ആയാൽ മാണി സി കാപ്പൻ തിരിച്ച് LDFിലേക്ക് പോയി അവിടെ LDFിൻ്റെ കാൻഡിഡേറ്റായി മാറുമെന്ന് ഉറപ്പല്ലേ? അങ്ങനെയെങ്കിൽ ഒരു ശക്തമായ ത്രികോണ മത്സരം പാലയിൽ നടക്കുമെന്ന് നമുക്ക് കരുതാം. ആ ത്രികോണ മത്സരത്തിൻ്റെ അന്തിമ ഫലമെന്ന് പറയുന്നത് ഒരുപക്ഷെ താമര വിരിയിച്ചുകൊണ്ട് പാലയിൽ നിന്ന് ഷോൺ ജോർജ് നിയമസഭയിലേക്ക് വിജയിച്ച് നടന്നു കയറുന്ന കാഴ്ചയായിരിക്കും. എന്തായാലും ജോസ് കെ മാണി വലിയ പ്രതീക്ഷയോടെയാണ് പാല എനിക്ക് വേണം, പാലയിൽ നിന്ന് തന്നെ ഞാൻ വിജയിക്കും, പാലയിൽ നിന്ന് തന്നെ ഞാൻ മത്സരിച്ച് ജയിക്കും എന്ന നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് LDFിൽ നിന്നായാലും ശരി, UDFിൽ നിന്നായാലും ശരി. LDFിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഭരണവിരുദ്ധ വികാരം പാലായിൽ ഉൾപ്പെടെ മധ്യ കേരളത്തിലെമ്പാടുമുണ്ട്. ഈ പറഞ്ഞതുപോലെ പാലായിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDFിന് കനത്ത തിരിച്ചടിയാണ് കിട്ടിയത്. തുടരെ ഈ തിരിച്ചടി കിട്ടുമ്പോൾ ജോസ് കെ മാണി മനസ്സിലാക്കുന്നത് LDF ഒരു സുരക്ഷിത കൂടാരമല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം UDFിലേക്ക് ചേക്കേറാനുള്ള ആ ക്ഷണം സ്വീകരിക്കുമെന്ന് തീർച്ചയാണ്. ഇപ്പോഴിതാ മാണി സി കാപ്പനെ മുസ്ലിം ലീഗ് വിളിപ്പിച്ചിരിക്കുന്നു. ആ മാണി സി കാപ്പൻ മലപ്പുറത്തെത്തി കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ പാണക്കാട് തങ്ങളുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തുകയാണ്. കാരണം അവരുടെ അപേക്ഷ
മാണി സി കാപ്പൻ പാല വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ത്യാഗം ചെയ്തുകൊണ്ട് നേരെ തിരുവമ്പാടിക്ക് വരൂ, തിരുവമ്പാടിയിൽ നിന്ന് അദ്ദേഹത്തെ ഉറപ്പായിട്ടും ജയിപ്പിക്കാം. കാരണം തിരുവമ്പാടിയിൽ സഭയ്ക്ക് കുറേ വോട്ടുകളുണ്ട്, ആ വോട്ടുകൾ തീർച്ചയായിട്ടും പിടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അങ്ങനെയെങ്കിൽ അതിൻ്റെ കൂടെ മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം വിജയിച്ചു വരും. പിന്നെ കേരളത്തിലെമ്പാടും LDFന് അനുകൂലമല്ല, പ്രതികൂലമായിട്ടാണ് കാറ്റ് വീശുന്നത്. അതുകൊണ്ട് ഒട്ടും തന്നെ ഭയക്കണ്ട, അങ്ങ് തിരുവമ്പാടിയിലേക്ക് വരൂ, ഇവിടെ നിന്ന് വിജയിച്ച് കയറാം. മറ്റെന്തൊക്കെ ഓഫർ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല, അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനമോ ഈ പറഞ്ഞതുപോലെ ഒരു ചീഫ് വിപ്പിൻ്റെ സ്ഥാനമോ ഒക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട് UDF ജയിച്ചു വന്നാൽ. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞതുപോലെ മാണി സി കാപ്പൻ പാലാ വിട്ട് തിരുവമ്പാടിയിലേക്ക് ചേക്കേറുമോ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ജോസ് കെ മാണിയും ഷോൺ ജോർജും തമ്മിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലായിരിക്കും പാലായിൽ നടക്കുന്നത്. അവിടെ LDFന് ഒന്നേ ചെയ്യാനുള്ളൂ, തങ്ങളെ ചതിച്ചിട്ട് പോയ, ഒപ്പം നിന്ന് വഞ്ചിച്ച ജോസ് കെ മാണിയെ തറ പറ്റിക്കുക, അതിന് BJPക്ക് ഷോൺ ജോർജിന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ LDFനും CPMനും കരണീയമായിട്ടുള്ള കർമ്മം. അതവർ ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും പാലായിലെ രാഷ്ട്രീയം വളരെയധികം കലങ്ങി മറിഞ്ഞിരിക്കുന്നു. ഈ പറയുന്നത് പോലെ ആരായിരിക്കും പാലയിൽ ഏറ്റവും വലിയ ഒരു സ്വാധീനവുമായിട്ട് മത്സരിക്കാൻ വരുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കരിങ്ങൊഴിക്കൽ തറവാട്ടിലേക്ക് പഴയതുപോലെ മാണി സാർ കൊടിവെച്ച കാറിൽ വന്നിറങ്ങിയതുപോലെ ജോസ് കെ മാണിയും കൊടിവെച്ച കാറിൽ വന്നിറങ്ങുമോ, അതോ പ്ലാന്തോട്ടത്തേക്ക് PC ജോർജ് എന്ന പ്ലാന്തോട്ടംകാരൻ്റെ വീട്ടിലേക്ക് ഈ പറഞ്ഞതുപോലെ ഒരു MLAയുടെ കാറ് ചെന്നെത്തുമോ എന്നുള്ളതാണ് മകൻ ഷോൺ ജോർജ് പാലായിൽ മത്സരിക്കുമ്പോൾ ഉയരുന്ന ചോദ്യം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ പറഞ്ഞതുപോലെ പാലായിൽ എന്തു സംഭവിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. ജോസ് കെ മാണി LDF വിടുമോ, UDFൽ ചേക്കേറുമോ, പാലായിൽ നിന്ന് മത്സരിക്കുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരള രാഷ്ട്രീയത്തിന് ലഭിക്കും എന്ന് നമുക്ക് കരുതാം.